ഹായ് വെൽക്കം ബാക്ക്. പൈതൻ്റെ ഫംഗ്ഷനിൽ റിക്കേഷൻസ് അവൈലബിൾ ആണ്. അതെന്താണെന്നാണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ ഫാക്ടോറിയൽ കാണാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതാമെന്ന് വിചാരിക്കാം. ഓക്കെ, ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പോൾ സപ്പോസ് 5ൻ്റെ ഫാക്ടോറിയൽ ആണെങ്കിൽ 1 × 2 × 3 × 4 × 5 എന്നുള്ളതിൻ്റെ റിസൾട്ടായിരിക്കും നമുക്ക് ഫാക്ടോറിയലായിട്ട് കിട്ടുക. ഓക്കെ, സോ ആ ഒരു റിപ്പീറ്റഡ് പ്രോസസ്സ് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനായിട്ട് ഇതിനു മുമ്പ് നമ്മൾ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഫാക്ടോറിയൽ ഫംഗ്ഷൻ എങ്ങനെ നമ്മൾ പ്രോഗ്രാമിൽ എഴുതും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സപ്പോസ് നമ്മൾ നോർമൽ മെത്തേഡിൽ ഫാക്ടോറിയൽ കാണാനുള്ളൊരു ഫംഗ്ഷനാണ് എഴുതുന്നതെങ്കിൽ ഡിഫൈൻ ചെയ്യാം. സപ്പോസ് ഫാക്ടോറിയൽ എന്ന് തന്നെയാണ് ആ ഒരു ഫംഗ്ഷൻ്റെ പേര്. അതിന് നമ്മൾ പറഞ്ഞിരുന്നു ഇതിനകത്ത് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കണം. സപ്പോസ് ഏതിൻ്റെ ഫാക്ടോറിയലാണ് എന്ന് നമ്മൾ കാണുന്നതിന് വേണ്ടിയിട്ട് നം എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്താണ് ഞാനത് കൊടുക്കുന്നത്. ഓക്കെ, സപ്പോസ് ഫാക്ടോറിയൽ ഓഫ് 1 ആണെങ്കിൽ 1 തന്നെയായിരിക്കും. ഫാക്ടോറിയൽ ഓഫ് 2 ആണെങ്കിൽ 1 × 2 ആയിരിക്കും. ഫാക്ടോറിയൽ ഓഫ് 3 ആണെങ്കിൽ 1 × 2 × 3 അങ്ങനെ പോവുകയാണ് ചെയ്യുക. സോ നമുക്കതിന് വേണ്ടിയിട്ട് ഇവിടെ തൽക്കാലം ഒരു ഫോർ ലൂപ്പ് നമുക്ക് എഴുതാം. ഫോർ ലൂപ്പിനകത്തായിരിക്കും നമുക്ക് ആ ഒരു റിപ്പീറ്റഡ് പ്രോസസ്സ് നോർമലി നമുക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാവും. സപ്പോസ് 4i എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുക്കാം. ആൻഡ് ഇൻ നമുക്ക് എത്ര നമ്പർ കൊടുക്കുന്നോ അത്രയും തവണ അത് മൾട്ടിപ്പിൾ ആയിട്ട് റൺ ചെയ്യണം അല്ലേ? സോ നമുക്കതിനൊരു റേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് നമുക്ക് റേഞ്ച് എങ്ങനെ കൊടുക്കാം? 1, നം + 1 ആയിട്ട് നമുക്ക് കൊടുക്കാം. സപ്പോസ് 5 കൊടുക്കുകയാണെങ്കിൽ 6 ടൈംസ് അത് റൺ ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, എന്നാലേ നമുക്ക് ആ 6 തവണയുള്ള മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളും കൂടെ നമുക്കിവിടെ കൊടുക്കാം. ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ. സപ്പോസ് ഔട്ടിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള വാല്യൂ 1 ആണ് വരിക. അതായത് ഫാക്ടോറിയൽ ഓഫ് 1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ നമുക്ക് ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിട്ട് തൽക്കാലം കൊടുക്കാം. അതായത് സപ്പോസ് നമ്മിൻ്റെ വാല്യൂ 1 ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഔട്ട് നമുക്ക് 1 ആയിട്ട് തന്നെ കിട്ടും. ഇനി അതല്ല 1 അല്ല കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സാണ് വരേണ്ടത്. സോ ഔട്ടിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ഈ ഓരോ തവണയും ഈ ഐയുടെ വാല്യൂ എന്താണോ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് വേണ്ടത്. ഒന്നേ നമുക്ക് ഔട്ട് ഈസ് ഈക്വൽ ടു ഔട്ട് × i എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിതിന് മുമ്പൊക്കെ ചെയ്ത പോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു i എന്ന് കൊടുക്കാം. ഓക്കെ, ഇതാണ് പൈതണിൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ലാസ്റ്റിൽ കിട്ടുന്ന ഔട്ട് എന്താണോ റിട്ടേൺ ചെയ്യാം. അതായിരിക്കും നമുക്ക് ഫൈനലി വരിക. സോ റിട്ടേൺ ഔട്ട് കൊടുക്കും. ഓക്കെ, സോ ഈ ഔട്ടിനകത്താണ് ഇപ്പോൾ എൻ്റെ റിസൾട്ട് ഉള്ളത്. സോ ഇത്രയായിരിക്കും നമുക്ക് എന്ത് ചെയ്യണം? ഫാക്ടോറിയൽ റണ്ണ് ചെയ്യാനുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. നമുക്ക് ഫംഗ്ഷൻ എഴുതിയാൽ മാത്രം പോരാ, ആ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഔട്ട് കിട്ടുള്ളൂ. റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുക്കാം. ഈക്വൽ ടു ഫാക്ടോറിയൽ, ഒരു 5ൻ്റെ ഫാക്ടോറിയലാണ് കാണുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് നമുക്ക് ആ റിസൾട്ട് ഒന്ന് പ്രിൻ്റ് ചെയ്യാം. ഇതൊന്ന് ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം ഫാക്ടോറിയൽ റൺ ആവുന്നോ എന്നുള്ളത്. സോ 5ൻ്റെ ഫാക്ടോറിയൽ 120 ആയിട്ട് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സപ്പോസ് 5 മാറ്റി ഞാൻ 3 ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് 6 ആയിട്ട് കിട്ടും. ഇല്ല, 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 ആണ്. അത് 6 ആണ് കിട്ടുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഫാക്ടോറിയൽ മെത്തേഡ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ഒരു ഫോർ ലൂപ്പിനകത്തൂടെ റിപ്പീറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു സെയിം മെത്തേഡ് തന്നെ ഫാക്ടോറിയൽ കാണാനുള്ള ആ ഒരു ഫംഗ്ഷൻ തന്നെ റിക്കേർഷൻ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നമുക്കൊരു ഇഫ് കണ്ടീഷൻ തന്നെ കൊടുക്കാം. ദാറ്റ് ഈസ് നം എന്ന് പറയുന്ന വാല്യൂ സപ്പോസ് 0 ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഔട്ട് എന്തായിരിക്കണം? ദാറ്റ് ഈസ് 1 ആയിരിക്കണം. ഇനി അല്ലാത്ത എൽസ് കണ്ടീഷൻ നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ, സോ ഈ എൽസിൽ ഞാൻ എന്താണ് റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് നം ദെൻ മൾട്ടിപ്ലൈഡ് ബൈ ഫാക്ടോറിയൽ ഓഫ് നം -1. സോ ഇവിടെ ഞാൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഈ ഫാക്ടോറിയൽ എന്ന് പറയുന്ന സെയിം ഫംഗ്ഷൻ തന്നെ ഈ ഫംഗ്ഷനകത്ത് തന്നെ നമ്മൾ അഗെയിൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് എപ്പോഴും തരുന്ന വാല്യൂവിനെ അടുത്ത വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നേരെ റിവേഴ്സ് പ്രോസസ് ആണ് ചെയ്യുന്നത്. സപ്പോസ് നമ്മിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ 5 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 5 × ദാറ്റ് ഫാക്ടോറിയൽ ഓഫ് 4 ആണ് നമുക്കവിടെ വരിക. സോ ഫാക്ടോറിയൽ ഓഫ് 4 റൺ ചെയ്യുമ്പം എഗെയിൻ ഈ പ്രോസസ്സ് പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്. സോ അടുത്തത് 4 × ഫാക്ടോറിയൽ ഓഫ് 3 വരും.
സോ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്കവിടെ എന്ത് ചെയ്യുന്നു, ലാസ്റ്റിൽ റിസൾട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു സെയിം ഫങ്ഷൻ ഈ ഫങ്ഷനകത്ത് തന്നെ കോൾ ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ റിക്കേർഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇത് നമുക്കൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ ഫാക്ടോറിയൽ 3 എന്ന് പറയുന്നത് നമുക്ക് 6 കിട്ടുന്നുണ്ട്. സപ്പോസ് ഞാൻ 5 കൊടുക്കുകയാണെങ്കിൽ എനിക്ക് നേരത്തെ കിട്ടിയ പോലെ തന്നെ 120 ആൻസറായിട്ട് കിട്ടുന്നുണ്ട്. സോ ഇതിന് ഈ ഒരു മെത്തേഡാണ് റിക്കേർഷൻ എന്ന് പറയുന്നത്. ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മളിപ്പോൾ എഴുതുന്ന ഒരു ഫങ്ഷനെ എഗെയിൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന മെത്തേഡുകളിലൊക്കെയാണ് നമ്മൾ ഈ റിക്കേർഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യുക. ഇതൊന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. സോ ഫെബിനോസി സീരീസ് നമുക്ക് ഈ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? സോ ഫെബിനോസി സീരീസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ദാറ്റ് ഈസ് പ്രിസീഡിങ് 2 നമ്പേഴ്സിൻ്റെ അഡീഷൻ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സീരീസാണ്. ഇപ്പോൾ സപ്പോസ് ഫസ്റ്റ് നമ്പർ 0 ആയിരിക്കും, സെക്കൻഡ് നമ്പർ 1 ആയിരിക്കും, ദെൻ 0യും 1ഉം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് 1 കിട്ടും. പിന്നെ അടുത്ത് വരുന്ന 2 പ്രിസീഡിങ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 1ഉം ആയിരിക്കും. ദെൻ 1ഉം 1ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രിസീഡിങ് ആയിട്ട് വരുന്നത് ആ 2ഉം അതിന് മുമ്പുള്ള 1ഉം ആയിരിക്കും. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. സോ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമുക്ക് ഫെബിനോസി സീരീസിനകത്ത് നടക്കുന്നത്. സോ റിക്കേർഷൻ യൂസ് ചെയ്തിട്ട് ഈ ഫെബിനോസി സീരീസ് എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ പേര് ഞാൻ ഫിബിനോസി എന്നുള്ള പേര് തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് നം എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് തന്നെയാണ് ഞാൻ ഈ ഫംഗ്ഷനകത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് 5 ആണെങ്കിൽ 5 സീരീസ് അവിടെ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് കണ്ടീഷൻ നമുക്കങ്ങനെ ജസ്റ്റ് കൊടുക്കാം. സോ നം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ 2 കേസിന് നമുക്ക് ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. സോ നമുക്ക് റിട്ടേൺ എന്ത് കൊടുക്കാം? ഈ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്താണോ അത് തന്നെ നമുക്ക് കൊടുക്കാം. അല്ലാത്ത കേസിൽ എൽസ് കണ്ടീഷൻ എന്താ നമുക്കവിടെ സംഭവിക്കുക? ദാറ്റ് ഈസ് റിട്ടേൺ ഇതിന് മുമ്പുള്ള 2 വാല്യൂസുകൾ തമ്മിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. സോ ഫിബിനോസി നം -1 then plus ഫിബിനോസി നം -2. സോ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സെയിം ഫിബിനോസി എന്ന് പറയുന്ന ഫംഗ്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുക. സപ്പോസ് അവിടെ ലാസ്റ്റിൽ 1ഉം 0ഉം വരുമ്പം ലാസ്റ്റിലേക്ക് എനിക്ക് ആ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്താണോ അത് തന്നെ കിട്ടും. സോ ഇവിടെ സംഭവിക്കുന്നത് സെയിം പ്രോസസ്സ് തന്നെ, ഇതിനകത്തുള്ള ഈ ഫംഗ്ഷൻ തന്നെ എഗെയിൻ റൺ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കിതൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളത്. സോ ഫിബിനോസി 5 എന്നുള്ളതാണ് ഞാനവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ 5 ആണ് നമുക്കവിടെ കിട്ടുന്നത്. സോ ഇവിടെ ആഡ് ചെയ്താണ് പോകുന്നത്. സോ ഫിബിനോസി നമുക്കൊരു 10 കൊടുത്ത് നോക്കാം. സോ 55 ആണ് എനിക്കവിടെ കിട്ടുന്നത്. സോ ഇതുപോലെ നമുക്ക് ഓരോ ഫെബിനോസി സീരീസിൻ്റെയും ഒരു സമ്മേഷനാണ് നമുക്കിവിടെ ലാസ്റ്റിൽ ഔട്ടായിട്ട് കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ആ ഫെബിനോസി സീരീസിൻ്റെ അഡീഷൻ റിക്കേർഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. സോ ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സുകളിലൊക്കെയാണ് ഈ ഒരു റിക്കേർഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.